കോഴിക്കോട് കോവൂരിൽ അഴുക്കുചാലിൽപ്പെട്ട് ഒരാളെ കാണാതായി എന്നുള്ള വാർത്ത. കോവൂർ സ്വദേശി കളത്തിൻപൊയിൽ വീട്ടിൽ ശശിയാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. രാത്രി കുറെ വൈകിയും ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും അതിശക്തമായ ഒഴുക്കാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വിഘാതമായി. രാവിലെ 7 മണിയോടെ തെരച്ചിൽ പുനരാരംഭിക്കും. അപകട സ്ഥലത്ത് നിന്ന് അഖില CP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ന് പുലർച്ചയോടെ നീണ്ട 5 മണിക്കൂർ തിരച്ചിലിനൊടുവിലും ഇപ്പോൾ ശശി എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഓവുചാലിലേക്ക് വീഴുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും പറയുന്നത് ഒരു മൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വീഴില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായ മഴയായിരുന്നു ഇന്നലെ കോഴിക്കോട് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൂടിയ ഒരു അവസ്ഥയായിരുന്നു. ആ മൂടിയ അവസ്ഥയിൽ, അതായത് ചാല് തന്നെ മൂടിയ അവസ്ഥയിലായിരുന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് വീഴുന്നത്. ഏകദേശം ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ചാലിലേക്ക് വീഴുന്നത്. 5 മണിക്കൂർ ഈ പറയുന്നത് പോലെ നാട്ടുകാരും ഫയർഫോഴ്സും സംഘവും എല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. ഇനി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയും ഫയർഫോഴ്സ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഏകദേശം 7 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമായോ? ശശിയേട്ടൻ ഇവിടെ ഇരിക്കുമ്പം ഇവിടുന്ന് അങ്ങോട്ട് മറഞ്ഞു പോയെന്നാണ് കൂടുതൽ രണ്ടാൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതുവരെ വയ്യാതെ ഓടിപ്പോയി പിടുത്തം കിട്ടായിട്ട് ഇവിടുത്തെ കൗൺസിലറൊക്കെ വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ച് ജനങ്ങളൊക്കെ തപ്പി. അങ്ങനെയാണ് ഞങ്ങളും കേട്ടറിഞ്ഞ് വന്നതാണ്. പിന്നെ ഈ തോടിലെ ഒഴുക്കെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന നേരം മാത്രമുള്ള പ്രശ്നമുള്ളൂ. കാരണം ചേവായൂർ മെഡിക്കൽ കോളേജ് കോവൂർ പ്രദേശങ്ങളിലും 2 സൈഡും മലനിരകളാണ്, അപ്പുറവും ഇപ്പുറവും. ഈ 2 സൈഡിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളവും ഒന്നായിട്ട് ഈ കാവേലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയം 1 മണിക്കൂർ ഒരു ഭയാനകമായ ഒഴുക്കാണ്. ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ ഇതിൽ വീണാലും രക്ഷപ്പെടൂല, കാരണം ഒഴുകിപ്പോവും. തൊട്ടടുത്ത് തന്നെ കക്ഷിന്റെ വീട്. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് എത്ര ആരോഗ്യമുള്ള വ്യക്തി വീണാലും നല്ല ഒഴുക്കുള്ള സമയമാണ്. സാധാരണ ഒഴുക്കുണ്ടാവാറില്ല, പക്ഷെ ശക്തമായ മഴ ലഭിക്കുന്ന സമയത്ത് ഓടയിൽ നിറയെ വെള്ളം നിറയുകയും ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. മാത്രമല്ല മഴ ശക്തമായ സമീപത്താണ് ശശിയുടെ വീട്. അപ്പോൾ മഴ കണ്ടപ്പോൾ ബസ് സ്റ്റാൻഡിൽ കയറി നിന്നതാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പറയുന്നത്. എന്തായാലും ഇന്ന് 7 മണി പുലർച്ചെ 7 മണി ഇത്തരത്തിൽ വെളിച്ചം വന്നതിന് ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ എന്തായാലും തെരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് അഖില തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അഖില പറയുന്നത്. അഖില ഇപ്പോൾ ചേരുന്നുണ്ട്. അഖില, ഇനി 7 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും. അതിനപ്പുറത്തേക്ക് സമയം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? പകലാകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും കാര്യങ്ങളെങ്കിൽ പോലും ഒഴുക്ക് അതിശക്തമായിട്ടുള്ള ഒഴുക്കാണെന്ന് സൂചിപ്പിക്കുന്നു. വീണ്ടും അവിടെ മഴ പെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടോ? എന്താണ് നിലവിലത്തെ അവസ്ഥ? അക്ഷയ, നിലവിൽ അതായത് ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ തന്നെ ഒഴുക്കിന് കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മഴയുള്ള സമയത്ത് മാത്രമാണ് ആ ഓടയിൽ ഇത്തരത്തിൽ ഒഴുക്കുണ്ടാകുന്നത്. അല്ലാത്ത സമയം ശാന്തമായി ഒഴുകുന്ന ഒരു ഓടയാണ്. അപ്പോൾ ഇന്ന് 7 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അതൊരു അനുകൂല ഘടകമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, വെളിച്ചം വന്നതിന് ശേഷം പരിശോധിക്കുന്നത് ഒന്നും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. കാരണം ഈ ഓടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതിൽ ഓടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അനുകൂലമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏകദേശം ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് കോവൂർ ഭാഗത്തുള്ള ശശി ഇത്തരത്തിൽ ഒഴുക്കുചാലിൽ പെടുന്നത്. മഴ കാരണം, അതിശക്തമായ മഴ കാരണം ബസ് സ്റ്റാൻഡിൽ കയറി നിൽക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ശക്തമായി വന്നതോടെ, ഓടയിലേക്ക് മറന്നതോടെ ഇത്തരത്തിൽ ഒഴുകി പോവുകയായിരുന്നു. അപ്പോൾ ആദ്യം ഇത് കണ്ടത് നാട്ടുകാരാണ്. നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിച്ചിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ആദ്യം ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. നീണ്ട 5 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലും തിരച്ചിൽ നടത്തിയിരുന്നു. ആ തിരച്ചിലിനിടയിലും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് 7 മണിക്ക് വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം പകൽ വെളിച്ചത്തിലാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ കരുതുന്നത്. ശരി.